ഫസ്റ്റ് ഇന്റർവ്യൂ റനീഷ് പാസ്സായിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ റനീഷിന്റെ അടുത്തൊരു വാക്ക് പറഞ്ഞു, ഡോണ്ട് വറി റനീഷ്, നമ്മള് സെക്കൻഡ് ട്രയൽ ഉടനെ ഉണ്ട്, പക്ഷെ കുറച്ച് ടൈം എടുക്കുമെന്ന് ഞാൻ പറഞ്ഞു. റനീഷ് ക്ഷമയോടുകൂടി കാത്തിരുന്നു. സെക്കൻഡ് ഇന്റർവ്യൂന്ന് റനീഷിന് കിട്ടി. IELTS ഒരു തവണ 2 തവണ എഴുതിയപ്പോഴൊക്കെ റനീഷിന്റെ ബാക്കിയുള്ളൊക്കെ നല്ല സ്കോർ ഉണ്ടായിരുന്നു. പക്ഷെ റീഡിങ് 3.5 എന്താ വന്നിട്ട് ആകെ ടെൻഷനായിട്ട് റനീഷ് ഒരു ഏകദേശം റനീഷ് ഗീവ് അപ്പ് ചെയ്ത പോലെയായിരുന്നു എന്റെ അടുത്ത് സംസാരിച്ചത്. അപ്പൊ ഞാൻ റനീഷിന്റെ അടുത്ത് പറഞ്ഞു, റനീഷ്, until you succeed, you should ready to get failed, right? അത് സത്യമാണ് പറഞ്ഞത്. ഞാൻ ഗിവ് അപ്പ് ചെയ്യാനുള്ള പരിപാടിയായിരുന്നു. അപ്പൊ എനിക്ക് ഒരുപാട് എന്താ പറയുക മോട്ടിവേഷൻ തന്ന് ഓഫർ ലെറ്റർ ഞാൻ ഹോൾഡ് ചെയ്ത് വെക്കാം, നീ ധൈര്യമായിട്ട് IELTS എപ്പോൾ എടുക്കണം അതുവരെ ഓഫർ ലെറ്റർ ഹോൾഡ് ചെയ്യുന്ന ഉറപ്പ് എനിക്ക് തന്ന കാരണമാണ് ഞാൻ വീണ്ടും എനിക്ക് എഴുതാൻ ടെൻഡൻസി ഉണ്ടല്ല. ഞാൻ മുന്നേ ഓൾറെഡി ഞാൻ ഇത് ഗിവ് അപ്പ് ചെയ്ത് പോയേനെ. അഞ്ചാമത്തെ ഓട്ടത്തിലാണ് എനിക്ക് IELTS കിട്ടിയത്. നിങ്ങൾ ഈ അക്കാഡമിക്സ് ഒക്കെ നിർത്തിയിട്ട് കുറെ നാളായില്ല, അതുകൊണ്ടാണ് ഈ റീഡിങ്ങിന് കൂടുതൽ പേര് ഫെയിൽഡ് ആവുന്നത്. ഒരു 10-15 കൊല്ലായി. പക്ഷെ ഞാനിട്ട എഫേർട്ട് എന്തെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാനത് നമ്മുടെ എംപ്ലോയർ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, ഇത് ട്രൈ ചെയ്യാണ്. ഞാനത് കൃത്യമായിട്ടൊരു ഇമെയിൽ അയച്ചൊക്കെ ആണ് ജോബ് ഓഫർ ലെറ്റർ ഹോൾഡ് ചെയ്തത്. ജോബ് ഓഫർ ലെറ്റർ കിട്ടിയതിന് ശേഷവും ഒരുപാട് ടൈം എടുത്തു. ഒരു കൊല്ലങ്ങളായി തോന്നുന്നുണ്ട്. അതെ അതെ അതെ. അത് കൃത്യമായിട്ട് എനിക്ക് അവരെ കൺവിൻസ് ചെയ്യാൻ പറ്റിയത് കൊണ്ടാണ് റനീഷിന്റെ പ്രോസസ്സിന് ഒന്നും സംഭവിക്കാതിരുന്നത്.